ഹലോ കൂട്ടുകാരെ, എൻ്റെ ഇന്നത്തെ ലഞ്ചിൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് നോക്കിയാലോ. ഇന്ന് എനിക്ക് വേറെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കറിയൊക്കെ ഇന്നലത്തെ ചിക്കൻ കറിയും ചിക്കൻ വരട്ടിയതൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കിന്ന് ഈ പയറുപ്പേരി മാത്രം വെച്ചാൽ മതിയായിരുന്നു. നമ്മൾ പ്രവാസികൾ അങ്ങനെയല്ലേ, എന്തുണ്ടാക്കുമ്പോഴും 2 ദിവസത്തേക്ക് കണക്കാക്കിയല്ലേ ഉണ്ടാക്കുക. ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇത് ഇന്നലെ ഹസ്ബൻഡ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ കൊണ്ടുവന്ന പയറാണ് കേട്ടോ. ഇന്നലെ തന്നെ ഞാൻ കുതിർത്തി വെച്ചായിരുന്നു. ഇപ്പോൾ നല്ല വൃത്തിയിൽ കഴുകിയെടുത്തത് ഈ ചട്ടിയിൽ ഇട്ട് കൊടുക്കുകയാണ്. ഈ ചട്ടിയിലിട്ട് അതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും ആഡ് ചെയ്ത് ഞാനിതാ സ്റ്റൗ കത്തിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഇത് അവിടെ കിടന്ന് വേവാൻ വേണ്ടി വെച്ചു. ഞാൻ അവിടെ കിടന്ന് വേവട്ടെ. ഞാൻ കരുതി ഇത് പെട്ടെന്ന് വേവുന്ന ടൈപ്പായിരിക്കും, കാരണം ഞാൻ തലേ ദിവസം ഇത് കുതിർത്തി വെച്ചല്ലോ. പക്ഷെ എന്നെ പറ്റിച്ചു കളഞ്ഞു കേട്ടോ. പയറ് വേവാൻ വേണ്ടി 1.5 മണിക്കൂറിൻ്റെ അടുത്തെടുത്തു. എന്നാലും ചട്ടിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് ടേസ്റ്റ് ഉണ്ടാവും. ഇതിൻ്റെ അരപ്പിന് വേണ്ടി ഞാൻ തേങ്ങ, പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയുള്ളി, കുറച്ച് ജീരകം, പിന്നെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഞാൻ ഇതിലെല്ലാം ഇട്ടത് കേട്ടോ. നേരത്തെ വെള്ളത്തിൽ പയർ വേവാൻ വെച്ചപ്പോൾ തന്നെ ഞാൻ ഉപ്പ് ആഡ് ചെയ്തു കേട്ടോ. പിന്നീട് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാമല്ലോ. അങ്ങനെ ആ അരപ്പരെടുത്ത് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അത് നന്നായിട്ട് ഞാനൊരു സ്പൂൺ എടുത്തു. സ്പൂൺ കൊണ്ട് നല്ലോണം ഇളക്കിയെടുത്തു കേട്ടോ. എൻ്റെ മോളാണ് ഈ വീഡിയോ എടുത്ത് തരുന്നത്. എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ മോളാണ് കേട്ടോ ചെയ്ത് തരുന്നത്. അപ്പോൾ പിന്നെ എൻ്റെ ഒരു നല്ലൊരു സപ്പോർട്ട് സിസ്റ്റമാണ് എൻ്റെ മോളെന്ന് തന്നെ പറയും. അങ്ങനെ അത് ഞാനൊരു സ്പൂണൊക്കെ എടുത്ത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ലോണം മിക്സ് ചെയ്തപ്പോൾ തന്നെ നല്ല സ്മെല്ല് വന്നു, ആ തേങ്ങയുടെയും പച്ചമുളകിൻ്റെയും ജീരകത്തിൻ്റെ ഒക്കെ. അങ്ങനെ അതിങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇച്ചിരി വേവ് കൂടുതലുണ്ടെന്നേ ഉള്ളൂ. ചട്ടിയിൽ വെച്ചുകൊണ്ടായിരിക്കും, ചിലപ്പോൾ കുക്കറിൽ വെച്ചാൽ കുറച്ചുകൂടിയും നമുക്ക് എന്താ പറയുക ഈസി ആവുമായിരുന്നു. പക്ഷെ ചട്ടിയിൽ വെക്കുന്നതിനെല്ലാം ടേസ്റ്റ് എന്ന് കരുതിയിട്ടാണ് ഞാൻ ചട്ടിയിലേക്ക് വെച്ചത്. ഇനി അതിലേക്ക് വറവിടുകയാണ്. നിങ്ങൾ എന്താ പറയുക, താളിപ്പെന്നാണ്. ഞാൻ വറവെന്നാണ് കേട്ടോ പറയുക. കടുകിട്ട് കായ്മുളകിട്ട് കറിവേപ്പില ഇടുന്നത് വീഡിയോ എടുത്തില്ലായിരുന്നു കേട്ടോ. കറിവേപ്പിലയും ഞാൻ ഓൾറെഡി ഇട്ടായിരുന്നു. ഇട്ട് ആ വറവ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്ത് അത് നന്നായി ഒന്നുകൂടി മിക്സ് ചെയ്തെടുത്ത്, നിങ്ങൾ കണ്ടില്ലേ കളറായി അത് ആ വെള്ളപ്പയർ. പിന്നെ അത് തന്നെ തൈരും പയറുപ്പേരും ഒക്കെ കൂട്ടി ഞങ്ങൾ